12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ ഏക മകനെയാണ് ഇന്നലെ ആ അച്ഛനമ്മമാർക്ക് അച്ചൻകോവിലാറ്റിൽ നഷ്ടമായത്. പത്തനംതിട്ടയിൽ അച്ചൻകോവിലാറ്റിൽ വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ആറ്റിലേക്ക് വീണ സഹപാഠിയെ രക്ഷിക്കാൻ കൂടെ ചാടിയ വിദ്യാർത്ഥിയെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട ചിറ്റൂർ തടത്തിൽ എം അജീബിന്റെയും സലീനയുടെയും ഏക മകൻ 14-കാരനായ എം അജിസൽ അജീബാണ് മരിച്ചത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഈ മാതാപിതാക്കൾക്ക് അജിസലിനെ ലഭിച്ചത്. ഏക മകൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതിന്റെ ആഘാതത്തിലാണ് ആ മാതാപിതാക്കൾ ഇപ്പോൾ. പത്തനംതിട്ട ഓലിപ്പാട്ട് വീട്ടിൽ OS നിസാമിന്റെയും ഷെബാനയുടെയും മകൻ നബീൽ നിസാമിനെയാണ് കാണാതായത്. നബീൽ നിസാമിന് വേണ്ടി വൈകുന്നേരം വരെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഇരുവരും പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം നടക്കുന്നത്. ഓണപരീക്ഷ അവസാന വിഷയം എഴുതിയ ശേഷം ഉച്ചയ്ക്ക് സ്കൂളിലെ 8 വിദ്യാർത്ഥികളാണ് കല്ലറക്കടവിലെത്തിയത്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കെട്ടിയ തടയണയുടെ മുകളിൽ കയറി നിന്നപ്പോഴാണ് കാൽ വഴുതി അജിസൽ ആറ്റിലേക്ക് വീഴുന്നത്. കൂട്ടുകാരൻ ഒഴുകിപ്പോകുന്നത് കണ്ടതോടെ രക്ഷിക്കാൻ നബീൽ കൂടെ ചാടുകയായിരുന്നു. കണ്ടുനിന്ന മറ്റു കുട്ടികളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും വിവരമറിയിച്ചത്. പത്തനംതിട്ട ചെങ്ങന്നൂർ അഗ്നിരക്ഷാസേന സ്കൂബ ടീമുകളാണ് തിരച്ചിൽ നടത്തിയത്. ആറ്റിലേക്ക് വീണിടത്തു നിന്നും 100 മീറ്റർ അകലെ നിന്നാണ് 3:50ഓടെ അജിസലിന്റെ മൃതദേഹം കണ്ടെടുത്തത്. അജിസലും നബീലും പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയ സമയം മുതൽ ഉറ്റ സുഹൃത്തുക്കളാണെന്ന് അധ്യാപകർ പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ B ഡിവിഷനിൽ ഇരുവരും അടുത്തടുത്ത ഇടങ്ങളിലായിരുന്നു ഇരുന്നത്. ഉച്ചഭക്ഷണവും വീട്ടിലേക്കുള്ള യാത്രയുമെല്ലാം ഒരുമിച്ചായിരുന്നു. ഓണം പൊളിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇരുവരും പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും മടങ്ങിയത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് ദുരന്ത വാർത്ത എത്തുന്നത്.